നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസിന്റെ വലിയ വിജയശില്പി നമ്മുടെ സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് എന്നുള്ള രീതിയിലൊക്കെ, അത് നേരിട്ട് പറയുന്നില്ലെങ്കിൽ പോലും ആ രീതിയിലൊക്കെയുള്ള ചില പരാമർശങ്ങളും റിപ്പോർട്ടിങ്ങുകളും ഒക്കെയാണ് മുഖ്യധാര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്നത്. നേരത്തെ അവിടെയെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടിരിക്കെ വി.ഡി. സതീശൻ നേരിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, ഞാൻ നേരിട്ട് നോക്കിയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ അദ്ദേഹം തന്നെ പലതവണ പറയുകയുണ്ടായി. അതൊക്കെ കൂട്ടിവെച്ചുകൊണ്ട് വി.ഡി. സതീശന്റെ മഹത്തായ ലീഡർഷിപ്പിന്റെ അല്ലെങ്കിൽ കഴിവുറ്റ ലീഡർഷിപ്പിന്റെ ഒക്കെ അനന്തരഫലമായാണ് കോൺഗ്രസ് വിജയം നേടിയിരിക്കുന്നത് എന്നൊക്കെയാണ് ഉള്ള തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും സാക്ഷാൽ വി.ഡി. സതീശനാണ് എല്ലാം എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ള ഒരു PR വർക്കാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശൻ എന്നാൽ PR വർക്കിന്റെ ഒരു ഊതിവീർപ്പിച്ച ഒരു നേതൃരൂപം അല്ലെങ്കിൽ നേതാവിന്റെ രൂപം മാത്രമാണ്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിവാദങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ ഉയർന്നിട്ടുണ്ട്. ഇതിലേറ്റവും വലുത് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തട്ടിപ്പുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിദേശ യാത്രകൾ എന്നിവയൊക്കെയാണ്. ഇത്തരത്തിലുള്ള ഒരു ആരോപണം കേരളത്തിലെ മറ്റ് ഏതൊരു നേതാവിന് നേരെ വന്നാലും തീർച്ചയായും ശക്തമായ ഒരു മീഡിയ ആക്രമണം തന്നെ പ്രസ്തുത നേതാവിനെതിരെ ഉണ്ടാകും. കേരളത്തിൽ ഏറെ ഒരു മാധ്യമങ്ങളുടെ താരാട്ട് ലഭിച്ച വ്യക്തിയാണ് എന്ന് പറയപ്പെടുന്ന ഉമ്മൻചാണ്ടിക്ക് പോലും സോളാർ കേസിന്റെയൊക്കെ ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ മാധ്യമങ്ങളിൽ നിന്നുൾപ്പെടെ ശക്തമായ പ്രഷർ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. എന്നാൽ പുനർജനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം പോലും ഒരു പത്രസമ്മേളനത്തിൽ പോലും ഉയരാതിരിക്കാൻ മാത്രം ഉള്ള ഒരു PR വർക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സെറ്റപ്പ് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി പുനർജനി എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏതെങ്കിലും ഒരു നേതാവിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിന്നും മറ്റൊരാളെ അല്ലെങ്കിൽ അവിടെ കമന്റ് ഇടുന്ന വ്യക്തിയെ വളരെ മോശമായി, അതായത് പുറത്തു പറയാൻ അല്ലെങ്കിൽ ആവർത്തിച്ച് പറയാൻ കഴിയാത്തത്ര മോശമായ ഭാഷയിൽ ഒരു കമന്റ് വന്നു എന്ന് വിചാരിക്കുക. തീർച്ചയായും അത് ഒരു വലിയ വാർത്തയാവുകയും അതോടൊപ്പം തന്നെ അത് ഇനി ഹാക്ക് ചെയ്യപ്പെട്ടതാണെങ്കിൽ അതിന്റെ ഫോളോ അപ്പ് ഒക്കെ വരും. ഇപ്പോൾ തന്നെ നമുക്ക് IAS ഓഫീസർമാരിൽ ഹിന്ദു IAS ഓഫീസർമാരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ വിവാദമൊക്കെ നമുക്കറിയാം. അതിൽ അദ്ദേഹം പറഞ്ഞത് എന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ മീഡിയ ഉൾപ്പെടെ പിന്തുടർന്ന് അത് ഹാക്ക് ചെയ്യപ്പെട്ടതാണോ, അതിന്റെ പരിശോധന എന്തായി എന്നൊക്കെയുള്ള റിപ്പോർട്ടിങ്ങുകൾ നൽകുന്നുണ്ട്. എന്നാൽ സാക്ഷാൽ വി.ഡി. സതീശന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് ഹാൻഡിലിൽ നിന്നും വളരെ മോശമായ ഒരു തെറി പ്രയോഗം തന്നെ ഉണ്ടായി. അത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അഡ്മിൻ നടത്തിയതാവാം, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നാവാം, അതല്ലെങ്കിൽ ഹാക്ക് ചെയ്യപ്പെട്ടതാവാം. ഇതൊന്നും സംബന്ധിച്ച് നാളിതുവരെയായി യാതൊരു വ്യക്തതയുമില്ല, അല്ലെങ്കിൽ അദ്ദേഹം അതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമേ ഇല്ല. ഇനി കഴിവുറ്റ നേതാവ് എന്നുള്ള അല്ലെങ്കിൽ ശക്തനായ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ തരത്തിലുള്ള ഒരു ഇമേജ് അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വന്നതിന് ശേഷം സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ഒരു ആരോപണം കൊണ്ടുവരാനോ അത് സംബന്ധിച്ച് കോടതിയിൽ നിന്നുൾപ്പെടെ അനുകൂല വിധി വാങ്ങാനോ ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനോ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജിക്കലായുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കലായുള്ള ഒരു തീരുമാനത്തെ മാറ്റും വിധം ഒരു ചാലക ശക്തിയായി അല്ലെങ്കിൽ ഒരു പ്രഷർ കൊടുക്കാൻ ശേഷിയുള്ള ഒരു പ്രതിപക്ഷ നേതാവായി ഒക്കെ മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. നാളിതുവരെയായി നിയമസഭക്കകത്തും പുറത്തും അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് പാളിസാവുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ കീഴിൽ യൂത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ കോൺഗ്രസോ അല്ലെങ്കിൽ UDF നടത്തിയിട്ടുള്ള സമരങ്ങളൊന്നും തന്നെ ഫലപ്രദമായിട്ടില്ല. സഭയിൽ പോലും പലപ്പോഴും പ്രതിപക്ഷം തന്നെ പരിഹാസ്യമാവുന്ന തരത്തിലുള്ള സാഹചര്യമാണ് ഉണ്ടായത്. എന്നിട്ടും നേരത്തെ ശ്രീ രമേശ് ചെന്നിത്തലയിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ ആ ഒരു പ്രതിപക്ഷ നേതാവിന്റെ കസേര എങ്ങനെയാണ് സ്വന്തമാക്കിയത് എന്നത് സംബന്ധിച്ച് പല കോൺഗ്രസ്സുകാർ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എങ്കിൽ പോലും
ഒരു ശക്തമായ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പോലും അദ്ദേഹത്തിന് ഒരു കാര്യം, എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കാൻ, നടപ്പിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യമെടുക്കാം. പ്രധാനമായും നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ എവിടെയൊക്കെയാണ്? 2 ഉപതെരഞ്ഞെടുപ്പുകളാണ്. ഇത് രണ്ടും അവിടെ ഉണ്ടായിരുന്ന MLA-മാർ മരണപ്പെട്ടതിനെ തുടർന്ന് PT തോമസ് അതുപോലെ ഉമ്മൻചാണ്ടി ഇവരുടെ ഒരു സഹതാപ തരംഗത്തിൽ ജയിച്ചു കയറിയ ഒരു ഉപതെരഞ്ഞെടുപ്പുകൾ മാത്രമാണ്. നിലവിൽ പാലക്കാട് കോൺഗ്രസിന്റെ ശക്തമായ ഒരു മണ്ഡലമാണ്. അവിടെ പ്രാദേശികമായി ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ, മറ്റു ഘടകങ്ങൾ, SDPI ഉൾപ്പെടെയുള്ള അവരുടെ സഹായം, ഇവയെല്ലാം തന്നെ അവിടുത്തെ വിജയത്തിന് അനുകൂല ഘടകമായിട്ടുണ്ട്. അതിനപ്പുറത്ത് ഒരു ഭരണപക്ഷ MLA ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ശക്തിയേറിയ ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു കഴിവെന്നൊക്കെ പറയുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ചേലക്കരയിലായിരുന്നു വിജയിക്കേണ്ടിയിരുന്നത്. അവിടെ 40,000 ഉള്ളത് 10,000 ആക്കി എന്നൊക്കെ ചില പൊളിറ്റിക്കൽ പാണന്മാർ പാടി നടക്കുന്നുണ്ടെങ്കിലും കാര്യം അങ്ങനെയൊന്നുമല്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം വളരെ പ്രമുഖനായ ഒരു വ്യക്തി ഒരു മൊത്തത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിന്ന് നേടിയ വോട്ട് അതുമായാണ് ഇവിടെ താരതമ്യം ചെയ്യുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടുമായൊന്നും ഇതിനെ താരതമ്യം ചെയ്യുന്നില്ല. അത് ബോധപൂർവമാണ്. ഇതെല്ലാം അവിടെ ഇരിക്കട്ടെ. ഇനി കോൺഗ്രസിനകത്തുള്ള മറ്റ് നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ചില പത്രസമ്മേളനങ്ങളിലുള്ള പരാമർശങ്ങൾ നോക്കാം. അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുന്നു. അപ്പോൾ അതിന് എന്തോ ഒരു ഉപചോദ്യം വരുമ്പോൾ, അദ്ദേഹം ഉപചോദ്യം ഉണ്ടാകുമ്പോൾ, അത് ഒരു സാഹചര്യത്തിലല്ല, എല്ലാ സാഹചര്യത്തിലും ഞാൻ സത്യമായ കാര്യം മാത്രമേ പറയാറുള്ളൂ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ എന്നൊരു ഞാൻ ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ശൈലി അദ്ദേഹത്തിനുണ്ട്. ഏറ്റവും ഒടുവിലായി LDF അവിടെ ഇലക്ഷന്റെ ഒരു ദിവസം മുൻപ് അവിടെ പത്രങ്ങളിൽ പരസ്യം നൽകി. അതായത് സന്ദീപ് വാര്യരുടെ പഴയകാല ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ പരസ്യമായി നൽകിയ ആ ഒരു സമയത്ത് ഇദ്ദേഹം, അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതിനെതിരായി പ്രതികരിച്ചിരുന്നു. അതിലേറ്റവും രസകരമായ ഒരു ഭാഗം ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെയുള്ള പരസ്യങ്ങളെല്ലാം വരുമ്പോൾ നേതാക്കൾ ശ്രദ്ധിക്കണമല്ലോ. കോൺഗ്രസിലൊക്കെ പരസ്യം കൊടുക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, എന്നെ കാണിച്ച്, എനിക്ക് അയച്ച്, ഞാൻ അപ്രൂവൽ ചെയ്ത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുത്ത് എന്നിങ്ങനെ 30 സെക്കൻഡിനുള്ളിൽ നിരവധി ഞാൻ പ്രയോഗങ്ങളാണ് സാക്ഷാൽ VD സതീശൻ നടത്തിയിരിക്കുന്നത്. ചേലക്കരയിലും പാലക്കാടും UDF കൊടുത്ത പരസ്യം ഞാൻ കണ്ട് എൻ്റെ അപ്രൂവലോടുകൂടിയാണ് കൊടുത്തത്. കാരണം ഞാനത് പറഞ്ഞിരുന്നു, ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ പറഞ്ഞിരുന്നു, ഒരാവശ്യമില്ലാത്ത വിവാദം അതിൻ്റെ അകത്ത് എഴുതരുത്, എനിക്ക് അതിൻ്റെ ഫൈനൽ കോപ്പി എനിക്ക് അയച്ചു തരണം. അവർ ഒരു സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നു ചേലക്കരയിൽ, പാലക്കാട് എനിക്ക് അവർ അയച്ചു തന്നു. ഞാൻ അപ്രൂവ് ചെയ്തതിന് ശേഷം, കാരണം നമ്മൾ അന്വേഷിക്കണം, ലീഡർഷിപ്പിലുള്ള ആളുകൾ ഇത് അന്വേഷിക്കണം, എന്താണ് പരസ്യം കൊടുക്കുന്നതെന്ന്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഞാൻ പ്രയോഗം നടത്തുന്നു എന്നുള്ള വിമർശനം തന്നെയാണ് സരിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉയർത്തിയതും എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ ഞാൻ പ്രയോഗത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചുമതലയും എനിക്കായിരുന്നു, ഞാനായിരുന്നു കാര്യങ്ങളെല്ലാം ചെയ്തത് എന്നാണ്. ഇപ്പോൾ അവിടെ പരാജയപ്പെട്ടപ്പോൾ അതുപോലും എന്റെ വിജയമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു PR ടീം കാര്യങ്ങളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു സംഗതി കൂടെ ഉണ്ട്. മാധ്യമങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ലഭിക്കുന്ന പരിലാലന, അത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഏറ്റവും ഒടുവിലായി ഒരു ഉദാഹരണം കൂടെ പറയാം. കേരളത്തിലെ ഒരു പ്രമുഖ ടെലിവിഷൻ വാർത്താ ചാനൽ, അതിലേക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ അവർ ബന്ധപ്പെടുകയാണ്. വീഡിയോ മൂലം അദ്ദേഹം സ്റ്റുഡിയോവുമായി ബന്ധപ്പെടുകയാണ്, PCL നിന്ന് കണക്ട് ചെയ്യാണ്. അങ്ങനെ വാർത്താ അവതാരിക പാലക്കാടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ K. സുരേന്ദ്രൻ പറയുന്നു, ഈ SDPI ഉള്ള സംഘടനകളുടെ നേതാക്കന്മാരുമായി VD സതീശൻ ചർച്ച നടത്തി എന്നുള്ളത്. തുടർന്ന് വിടാതെ ആ പ്രസ്തുത ആങ്കർ അതിന് തെളിവ് എന്താണ് അതിന്റെ തെളിവ്, കാര്യങ്ങൾ പറയും എന്നിങ്ങനെ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് VD സതീശനെതിരെ ആയതുകൊണ്ടാണ് എന്നത് മാത്രമാണ്. VD സതീശൻ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഒന്നുപോലും ആരും പിറകെ പോയി ചോദിക്കാറില്ല. എന്തിന്? സാക്ഷാൽ PV അൻവറിന്റെ 150 കോടി കണ്ടെയ്നർ ആരോപണം പോലും PV അൻവർ പാർട്ടി മാറി വരുന്ന സമയത്ത് പോലും പത്രസമ്മേളനത്തിൽ മറ്റുള്ള എല്ലാ കാര്യവും, P. ശശിക്കെതിരെ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ, മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ, അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയുള്ള ആരോപണം എല്ലാം ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ആരും
ഈ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട 150 കോടിയോ അല്ലെങ്കിൽ കണ്ടെയ്നറോ ഒന്നും ചോദിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. ഇനി സോഷ്യൽ മീഡിയ ഒരു രംഗത്തേക്ക്, സോഷ്യൽ മീഡിയയിലെ ഒരു PR പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കാം. മറ്റ് നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ദിവസേന 1, 2, 3 ലൈവുകൾ, നിരവധി എഡിറ്റഡ് ഫോട്ടോകൾ, എല്ലാത്തിനും പുറമെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി വളരെ സജീവമായ ഒരു സാന്നിധ്യം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇംഗ്ലീഷിലൊക്കെയുള്ള പോസ്റ്ററുകൾ, ഭംഗിയായുള്ള ഡിസൈനുകൾ, അങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വിഭിന്നമായി സ്വന്തമായി ഒരു സോഷ്യൽ മീഡിയ ടീം അല്ലെങ്കിൽ ഒരു അത് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടീമിനെയൊക്കെ അദ്ദേഹം നിർത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതില്ലാതെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. അതൊരു തെറ്റോ കുറ്റമായി പറയുന്നതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് നിർമ്മിച്ചെടുക്കുന്നതിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നിരവധി ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള, സോഷ്യൽ മീഡിയയിലൊക്കെ ചില സ്ത്രീ വീഡിയോകൾ പോലും വന്നിരുന്നു. അതേക്കുറിച്ച് ആരും അത് ഫേക്ക് ആണോ അല്ലയോ എന്ന് പോലും ആരും പറഞ്ഞിട്ടില്ല, ആരും സംസാരിച്ചിട്ടേ ഇല്ല. ഇത്തരത്തിലുള്ള നിരവധി പൊള്ളയായ കാര്യങ്ങൾ ഊതിപ്പൊലിപ്പിച്ചെടുത്ത ഒരു നേതൃരൂപം മാത്രമാണ് വി ഡി സതീശൻ. അതല്ലാതെ അദ്ദേഹം യഥാർത്ഥമായി ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെയുള്ള മറ്റ് നേതാക്കന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പോലും മികവ് എന്ന് എടുത്തു പറയാവുന്ന കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. അദ്ദേഹം പല ഘട്ടങ്ങളിലും RSS വേദികളിൽ പോയി അവിടെ വിളക്ക് കത്തിച്ചിട്ടുണ്ട്, ഇതിന്റെ ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട്, ഇനി ആ ചിത്രങ്ങൾ ഫേക്ക് ആണ്, ഇത് ഫേക്ക് ആണ് എന്ന് പോലും അദ്ദേഹം ഇതുവരെയായി പറഞ്ഞതായി അറിവില്ല. ഇപ്പോൾ SDPI നേതാക്കന്മാർക്കൊപ്പം പോയി ചർച്ച നടത്തി എന്ന് BJP അധ്യക്ഷൻ നടത്തിയ ആരോപണം സംബന്ധിച്ചും യാതൊരു മറുപടിയും ലഭിച്ചിട്ടില്ല. എന്തായാലും തരം പോലെ എല്ലാവിധ വർഗീയതകളെയും പ്രീണിപ്പിക്കാൻ അദ്ദേഹം നിന്നു എന്നുള്ളത് വസ്തുതയാണ്. എങ്കിലും കേരളത്തിലെ ഏറ്റവും മതേതരനും ശക്തനും സത്യസന്ധനുമൊക്കെ ആയുള്ള ഒരു ബലൂണായി നമ്മുടെ വി ഡി സതീശൻ സാർ നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും മാധ്യമ വിദ്യാർത്ഥികൾക്കും അതുപോലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കുമെല്ലാം പഠന വിഷയമാക്കാൻ കഴിയുന്ന ഒരു മികച്ച ഒരു സ്പെസിമനാണ് വി ഡി സതീശൻ എന്നുള്ള സബ്ജക്റ്റ്. മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.